നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ദർ ഈസ് നോ എന്നതിനെ കുറിച്ചാണ് പഠിച്ചത്. അതായത് ഇല്ല എന്നുള്ള അർത്ഥം വരുന്ന സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. ഇന്ന് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ രൂപമാണ് പഠിക്കുന്നത്. ദർ ഈസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഉണ്ടോ എന്നാണ്. അതെങ്ങനെയാണ് ഉപയോഗിക്കുക? അതിന് ദർ എന്നുള്ളത് അവസാനവും ഈസ് എന്നുള്ള ഓക്സിലറി വെർബായ ഈസ് അത് തുടക്കത്തിലും കൊടുക്കുക. അപ്പോൾ ഈസ് ദർ എന്നായി, ഉണ്ടോ എന്നാണ് അർത്ഥം. ഉണ്ട് എന്നുള്ളതിൻ്റെ ചോദ്യം ഉണ്ടോ എന്നാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉദാഹരണങ്ങൾ വരിക? ആദ്യമായി എവ്രി ഡേ ക്വസ്റ്റ്യൻസ്, സാധാരണ പൊതുവായിട്ട് യൂസ് ചെയ്യുന്ന ചോദ്യങ്ങൾ. ഈസ് ദർ എ ബാങ്ക്? ഈസ് ദർ എ ബാങ്ക് നിയർ യുവർ ഹൗസ്? ഈസ് ദർ എ ബാങ്ക്? ഒരു ബാങ്ക് ഉണ്ടോ നിയർ യുവർ ഹൗസ്, നിൻ്റെ വീടിൻ്റെ അടുത്ത്? ഈ ചോദ്യം ചെയ്യുമ്പോൾ, ഉദാഹരണം എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ്റെ ചിഹ്നം ഇടണം, ക്വസ്റ്റ്യൻ മാർക്ക്. ഈസ് ദർ എ ബാത്റൂം? ബാത്റൂം ഉണ്ടോ ഇൻ ദിസ് ബിൽഡിംഗ്, ഈ ബിൽഡിങ്ങിൽ? ഈസ് ദർ എ ബസ് സ്റ്റോപ്പ്? ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടോ നിയർ ബൈ, അടുത്ത്? ഈസ് ദർ എനി മിൽക്ക് ഇൻ ദി ഫ്രിഡ്ജ്? ഫ്രിഡ്ജിൽ പാൽ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പാൽ എന്നാണ് എനി മിൽക്ക് എന്ന് പറഞ്ഞാൽ. ഈസ് ദർ എ മെസ്സേജ് ഫോർ മീ? എനിക്ക് സന്ദേശമുണ്ടോ, എനിക്കെന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈസ് ദർ സംതിങ് റോങ്? എന്തെങ്കിലും റോങ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈസ് ദർ എനി വൺ അറ്റ് ദ ഡോർ? വാതിൽക്കൽ ആരെങ്കിലും ഉണ്ടോ? എനി വൺ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും. ഈസ് ദർ എ റെസ്റ്റോറൻറ്റ് ഓൺ ദി സ്ട്രീറ്റ്? ഈ സ്ട്രീറ്റിൽ റെസ്റ്റോറൻറ്റ് ഉണ്ടോ? ഈസ് ദർ എ പ്രോബ്ലം ഉണ്ടോ വിത്ത് യുവർ ഫോൺ, നിങ്ങളുടെ ഫോണിന്? ഈസ് ദർ എ ഫാൻ ഇൻ ദിസ് റൂം? ഈ റൂമിൽ ഫാൻ ഉണ്ടോ? അടുത്തത് അബൌട്ട് ടൈം ഓർ ഇവൻറ്റ്സ്, സമയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളെക്കുറിച്ചോ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഈസ് ദർ എ മീറ്റിംഗ് ടുഡേ? ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ടോ? ഈസ് ദർ എ ഹോളിഡേ നെക്സ്റ്റ് വീക്ക്? അടുത്ത ആഴ്ച ഒഴിവ് ദിവസം ഉണ്ടോ? ഹോളിഡേ, ഒഴിവ് ദിവസം. ഒഴിവ് സമയത്തിന് റീസസ് ടൈം എന്ന് പറയാം. ഈസ് ദർ എ ക്ലാസ് ടുമോറോ മോർണിംഗ്? നാളെ രാവിലെ ക്ലാസ് ഉണ്ടോ? ഈസ് ദർ എ പാർട്ടി ടുനൈറ്റ്? ഇന്ന് രാത്രി പാർട്ടി ഉണ്ടോ? ഈസ് ദർ എ ട്രെയിൻ അറ്റ് 6 o'clock? 6 മണിക്ക് ട്രെയിൻ ഉണ്ടോ? ഈസ് ദർ എ ബ്രേക്ക് ബിറ്റ്വീൻ സെഷൻസ്? സെഷനുകൾക്കിടയിൽ ബ്രേക്ക് ഉണ്ടോ? ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇടവേള. സെഷൻ, ഓരോ സെഷൻ്റെ ഇടയിൽ ബ്രേക്ക് ഉണ്ടോ? ഈസ് ദർ എനി ചാൻസ് ഓഫ് റെയിൻ ടുഡേ? ഈസ് ദർ ഉണ്ടോ എനി ചാൻസ്, എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഓഫ് റെയിൻ, മഴക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ടുഡേ, ഇന്ന്? ഈസ് ദർ എ ഫെസ്റ്റിവൽ ഇൻ യുവർ ടൗൺ ദിസ് മന്ത്? ഈ മാസം നിങ്ങളുടെ ടൗണിൽ ഫെസ്റ്റിവൽ ഉണ്ടോ, ആഘോഷമുണ്ടോ? ഈസ് ദർ എ ഫുട്ബോൾ മാച്ച് ദിസ് വീക്കെൻഡ്? ഈ ആഴ്ച അവസാനം. വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ വാരാന്ത്യം, ആഴ്ചയുടെ അവസാനം എന്നർത്ഥം. ഇപ്പോൾ ഈ വീക്കെൻഡിൽ ഫുട്ബോൾ മാച്ച് ഉണ്ടോ? ഈസ് ദർ ടൈം ടു ഫിനിഷ് ചെയ്യാൻ സമയമുണ്ടോ? ഇത് ഫിനിഷ് ചെയ്യാൻ, ഇത് തീർക്കാൻ സമയമുണ്ടോ? ബിഫോർ ലഞ്ചിന് മുമ്പായിട്ട്. നമ്മൾ അർത്ഥം വെക്കുന്ന സമയത്ത് നല്ല വായിച്ചു നോക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അടുത്തത് അബൌട്ട് പോസിബിലിറ്റി ഓർ അവൈലബിലിറ്റി. പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യത, അതുപോലെ അവൈലബിലിറ്റി ലഭ്യത, അതിനെക്കുറിച്ച് പറയുന്ന ചോദ്യങ്ങൾ. ഈസ് ദർ എനി വേ ടു സോൾവ് ദിസ് പ്രോബ്ലം? ഈസ് ദർ എനി വേ, എന്തെങ്കിലും വഴിയുണ്ടോ? ടു സോൾവ് ദിസ് പ്രോബ്ലം, ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു സാധ്യതയെക്കുറിച്ച് ചോദിക്കുകയാണ്. ഈസ് ദർ ഇനഫ് സ്പേസ് ഫോർ എവറി വൺ? ഈസ് ദർ ഉണ്ടോ ഇനഫ് സ്പേസ്? ഇനഫ് എന്ന് പറഞ്ഞാൽ അത് വായിക്കുന്നത് ഇനഫ് എന്നാണ് കേട്ടോ. ഇനഫ് എന്ന് പറഞ്ഞാൽ വേണ്ടത്ര, വേണ്ടുവോളം. സ്പേസ് ഉണ്ടോ ഫോർ എവറി വൺ, ഓരോരുത്തർക്കും. ഈസ് ദർ ഇനഫ് ടൈം? വേണ്ടവോളം സമയമുണ്ടോ? ടു ക്യാച്ച് ദി ബസ് പിടിക്കാൻ, ബസ്സിന് കാത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ഈസ് ദർ എ സീറ്റ് അവൈലബിൾ? ഒരു സീറ്റ് അവൈലബിൾ ആയിട്ടുണ്ടോ? ഈസ് ദർ എനി ചാൻസ് ടു മീറ്റ് ദി മാനേജറെ മീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? എനി ചാൻസ്, എന്തെങ്കിലും ചാൻസ്, എന്തെങ്കിലും അവസരം. ഈസ് ദർ അനദർ ഓപ്ഷൻ? ഈസ് ദർ ഉണ്ടോ അനദർ? അതർ എന്നുള്ളതും ആൻ, ഒരു എന്നുള്ള അർത്ഥം വരുന്ന ആൻ, രണ്ട് പദങ്ങളാണ് ഒരു എന്നുള്ളതിന്. അപ്പോൾ അനദർ എന്ന് പറഞ്ഞാൽ ഒരു എന്നുള്ള പദത്തിൻ്റെ കൂടെ ആൻ ചേർന്ന് കഴിഞ്ഞാൽ മറ്റൊരു എന്നാവും. അതർ എന്ന് പറഞ്ഞാൽ മറ്റു എന്നർത്ഥം. ആൻ എന്ന് പറഞ്ഞാൽ ഒരു, അപ്പോൾ അനദർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടോ? അനദർ. ഈസ് ദർ എനിത്തിങ് വി ക്യാൻ ഡു ടു ഹെൽപ്പ്? ഈസ് ദർ എനിത്തിങ്, എന്തെങ്കിലും ഉണ്ടോ? വി ക്യാൻ ഡു, നമുക്ക് ചെയ്യാവുന്നതായി എന്തെങ്കിലും ഉണ്ടോ? ടു ഹെൽപ്പ്, സഹായിക്കാൻ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈസ് ദർ എനി ഫുഡ് ലെഫ്റ്റ്? ഈസ് ദർ ഉണ്ടോ എനി ഫുഡ്, എന്തെങ്കിലും ഫുഡ് ഉണ്ടോ? ലെഫ്റ്റ്, ബാക്കി. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ
റൈറ്റ് ലെഫ്റ്റ്, അതായത് ഇടത് വലത് എന്നുള്ള അർത്ഥമുള്ള ലെഫ്റ്റ് അല്ല ഇത്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലീവ് എന്നതിൻ്റെ വെർബ് ടു ആണ്. ലീവ് ലെഫ്റ്റ് എന്നാണ് വരിക. നമുക്ക് വെർബിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് വിശദമായിട്ട് V1 V2 V3 അതിനെക്കുറിച്ചൊക്കെ പറയാം. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി എന്നർത്ഥം. ഈസ് ദർ ഇനഫ് മണി ഇൻ ദി അക്കൗണ്ട്? അക്കൗണ്ടിൽ വേണ്ടോളം മണി ഉണ്ടോ? അടുത്തത് അബൌട്ട് ലൊക്കേഷൻ ഓർ എക്സിസ്റ്റൻസ്. ഏതെങ്കിലും ലൊക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ്, നിലനിൽക്കുക എന്നർത്ഥം. ഈസ് ദർ എ റിവർ നിയർ യുവർ വില്ലേജ്? നിങ്ങളുടെ വില്ലേജിനടുത്ത് റിവർ ഉണ്ടോ, പുഴയുണ്ടോ? ഈസ് ദർ എ പാർക്ക് ബിഹൈൻഡ് യുവർ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിന് പിറകെ, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിറകെ, ഒരു പാർക്കുണ്ടോ? ഈസ് ദർ എ ബ്രിഡ്ജ് ഓവർ ദി ലേക്ക്? തടാകത്തിൻ്റെ മുകളിൽ ബ്രിഡ്ജുണ്ടോ, ഒരു ബ്രിഡ്ജുണ്ടോ? ലേക്ക് എന്ന് പറഞ്ഞാൽ തടാകം എന്നർത്ഥം. ഈസ് ദർ എ കമ്പ്യൂട്ടർ ലാബ് ഇൻ യുവർ കോളേജ്? നിങ്ങളുടെ കോളേജിൽ കമ്പ്യൂട്ടർ ലാബ് ഉണ്ടോ? ഈസ് ദർ എ പോസ്റ്റ് ഓഫീസ് ഇൻ യുവർ ഏരിയ? നിങ്ങളുടെ ഏരിയയിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടോ, നിലനിൽക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈസ് ദർ എ ചാർജർ ഇൻ യുവർ ബാഗ്? നിങ്ങളുടെ ബാഗിൽ ചാർജർ ഉണ്ടോ? ഈസ് ദർ എ ഷോപ്പ് ഓപ്പൺ നൗ? ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ടോ? ഈസ് ദർ എ കാർ ഔട്ട്സൈഡ്? പുറത്ത് കാറുണ്ടോ? ഈസ് ദർ എ ഫോൺ സിഗ്നൽ ഹിയർ? ഇവിടെ ഫോൺ സിഗ്നൽ ഉണ്ടോ? ഈസ് ദർ എ മോസ്ക് ഇൻ ദി നെയ്ബർഹുഡ്? അയൽപ്പക്കത്ത്, നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ അയൽപ്പക്കം, അയൽപ്പക്കത്തിൽ ഒരു പള്ളിയുണ്ടോ, മുസ്ലിം പള്ളിയുണ്ടോ? അപ്പോൾ ഈസ് ദർ എന്നാണ് ഉണ്ടോ എന്നുള്ളതിന് ചോദിക്കുക. അതായത് ദർ ഈസ് എന്നതിൻ്റെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഈസ് ദർ. ഉദാഹരണങ്ങൾ ഒരുപാട് നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു 10 ഉദാഹരണങ്ങൾ എഴുതുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.